എല്ലാം പിടിച്ചോണ്ട് പോയി. ഇനി ഒന്നും യോവിനില്ല. യോവന്റെ അസ്ഥി മൊത്തം ചുരുങ്ങി ഉണങ്ങി, ഉള്ളംകാലം മുതൽ തല വരെ പരുക്കളായി. എന്നിട്ട് യോവ് പറയാണ്, ഞാൻ മരിച്ചാലും യഹോവയ്ക്കായി കാത്തിരിക്കും. യോവ് ദൈവസന്നത്തിൽ പ്രാപിച്ച പ്രത്യാശ കണ്ടോ? യോവിന് ദൈവത്തിലുള്ള ബന്ധം കണ്ടോ? പിശാച് അസ്ഥിയെ തൊട്ടിട്ടും ഉള്ളംകാലം മുതൽ തല വരെ പരുക്കളായിട്ട് വസ്ത്രം വലിച്ചു കീറിക്കളഞ്ഞിട്ട് മുടി ശകരം ചെയ്തിട്ട് ഓട്ടും കഷ്ണം എടുത്തിട്ട് ചാമ്പലിൻ്റെ അകത്തിരിക്കുമ്പോൾ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മരണവേദനയുടെ നടുവിലിരിക്കുമ്പോഴും ചാമ്പല് വാരി ദേഹത്ത് പറട്ടിയിട്ട് അവിടെ താൻ പ്രാർത്ഥിച്ചത് തന്റെ സൗഖ്യത്തിന് വേണ്ടിയല്ല, തന്റെ സ്നേഹിതന്മാരുടെ സ്ഥിതികൾ മാറാൻ വേണ്ടി യോബ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇറങ്ങി വന്നൊരു മഹത്വമുണ്ട്. യോബിന് തന്നെ സൗഖ്യം ലഭിച്ചു.